ഹലോ. ഇന്ന് ജോലി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ കയറിക്കൂടിയതാണ് ഒരു പഴംപൊരി ആഗ്രഹം. ഞാൻ ബസ്സിലിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, നല്ല നേന്ത്രപ്പഴം എവിടെ കിട്ടും, പഴംപൊരി ഉണ്ടാക്കാൻ പറ്റിയ ആ ഒരു പരുവത്തിനുള്ള പഴമൊക്കെ എവിടെ കിട്ടും. അങ്ങനെ ഒരു 2 കട കയറി ഇറങ്ങിയിട്ടാണെങ്കിലും ഞാൻ പഴംപൊരിക്കുള്ള പഴം ഞാൻ ഒപ്പിച്ചു. കാരണം ഇവിടുത്തെ ചായക്കടയിലോ തട്ടുകടയിലോ പഴംപൊരി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സമൂസയും ബാക്കി ബജികളൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ പഴംപൊരി ഇല്ല. നമ്മുടെ അവിടുത്തെ ചായക്കടകളിലെ പോലെ എന്താ പറയുക, 4 മണിയാകുമ്പോഴേക്കും പഴംപൊരി ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ചില്ലും കൂടുകളൊന്നും ഇവിടെ ഞാൻ കണ്ടിട്ടില്ല ചെന്നൈയിൽ. സോ സാരമില്ല, നമുക്കുണ്ടാക്കാം, നല്ല പഴം കിട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടിയിലാണ്. വീട്ടിൽ അമ്മയൊക്കെ ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് അമ്മ ഉണ്ടാക്കി തരും. അപ്പോൾ ആ ഒരു കഴിച്ചൊരു ഇതിലും ടേസ്റ്റിലും ഒക്കെ ഞാൻ എല്ലാം ചേരുവകളൊക്കെ അതേപോലെ ചേർത്ത് ഇളക്കി മറിച്ച് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അവസാനം ലാസ്റ്റ് ടേസ്റ്റ് നോക്കി ഓക്കെ ആക്കി ഞാനങ്ങനെ എന്താ പറയുക, പഴംപൊരി ഉണ്ടാക്കാനുള്ള ഘട്ടത്തിലോട്ട് നീങ്ങി. എണ്ണ ഒഴിച്ചു, പഴം ഇട്ടു. നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ സമയത്ത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണം, അപ്പോൾ പിന്നെ പറയണ്ടല്ലോ മണം. നല്ല അടിപൊളി സ്മെല്ലായിരുന്നു. അങ്ങനെ പയ്യെ ഒന്ന് ഇളക്കി നോക്കിയപ്പോൾ കുഴപ്പമില്ല, ഇതൊക്കെ എന്ത്. അങ്ങനെ ഈ കാണുന്നത് ഒരു പഴംപൊരി ഉണ്ടാക്കിയതിൻ്റെ അവസ്ഥയാണ്. ഇവിടുത്തെ ചൂട് അത്രയും അതികഠിനമാണ്. ഇവിടുത്തെ ചെന്നൈയിലെ ചൂട്. ഈ ചൂടത്ത് നിന്നും ഞാൻ ഉണ്ടാക്കിയ പഴംപൊരി നിങ്ങൾക്ക് കാണണോ? ദാണ്ട കിടക്കുന്ന എൻ്റെ പഴംപൊരി, തുണിയില്ലാത്ത പഴംപൊരി. ഇത് പഴംപൊരിയല്ല, ഇത് പഴം വറുത്തതെന്നേ പറയാൻ പറ്റത്തുള്ളൂ. എന്താണെന്നറിയത്തില്ല, എൻ്റെ മാവെല്ലാം ആ ചട്ടിയിൽ അങ്ങ് പിടിച്ച് അങ്ങനെ എന്താ പറയുക, പഴം മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ആകെ നിരാശയായിപ്പോയി ഞാൻ. പിന്നെ ഞാനീ പറയണ വേറൊന്നുമല്ല, ഈ പഴം വറുത്തതാണെങ്കിൽ ഇതിനകത്ത് എൻ്റെ അധ്വാനമുണ്ട്. അതുകൊണ്ട് ഇത് മൊത്തം ഞാൻ കഴിച്ച് തീർക്കും എന്നാണ് പറയണത്. ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിച്ചാലും 40 രൂപയുടെ പഴം, വെളിച്ചെണ്ണ, ഇതൊക്കെ ആലോചിക്കുമ്പോൾ ബായ്.